സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. 80-ാം സങ്കീർത്തനം. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഇസ്രായേലിൻ്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കേരുബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രായിമിനും ബെഞ്ചമിനും മനാസയ്ക്കും അങ്ങേ തന്നെ വെളിപ്പെടുത്തണമേ. ഉയർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ എത്ര നാൾ അങ്ങ് കേൾക്കാതിരിക്കും? അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി, അവരെ അളവില്ലാത്ത കണ്ണീർ കുടിപ്പിച്ചു. അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് നിന്ദാപാത്രമാക്കി, ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ച് ചിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി, അത് വേരൂന്നി വളർന്നു, ദേശം മുഴുവനും പടർന്നു. അതിൻ്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവദാരുകളും മൂടി. അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി. അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തതെന്തുകൊണ്ട്? വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു, കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു, സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. അവർ അതിനെ അഗ്നിക്കിരയാക്കുകയും വെട്ടി വീഴ്ത്തുകയും ചെയ്തു. അങ്ങയുടെ മുഖത്തു നിന്ന് വരുന്ന ശാസനയാൽ അവർ നശിച്ചു പോകട്ടെ. എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലതുവശത്ത് നിർത്തിയിരിക്കുന്നവൻ്റെ മേൽ, അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ, ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി സങ്കീർത്തനം 80-ാം അധ്യായത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇസ്രായേലിൻ്റെ ഇടയനായ ദൈവത്തോട് തൻ്റെ ജനത്തെ വീണ്ടും കനിഞ്ഞരുളണമേ എന്ന് വിലപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനതയുടെ ചിത്രം ഈ സങ്കീർത്തനം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. കെരൂബുകളുടെ മധ്യത്തിൽ വസിക്കുന്നവനെ, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ശക്തി ഉണർത്തണമേ എന്നുള്ള അപേക്ഷയോടെയാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. കഷ്ടതയുടെയും നിന്ദയുടെയും കണ്ണുനീരിൻ്റെയും അപ്പം തിന്നുന്ന ഒരു ജനതയുടെ വേദന ഇവിടെ സുവ്യക്തമാണ്. സഹോദരങ്ങളെ, ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളിയോട് ഉപമിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം അനുഭവിച്ചിരുന്ന അവർക്ക് ഇപ്പോൾ സംഭവിച്ച ദുരന്തങ്ങൾ എത്ര വലുതാണെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ ചുറ്റുമതിലുകൾ തകർക്കപ്പെട്ടു. വഴിയാത്രക്കാർക്ക് അവരുടെ ഫലങ്ങൾ പറിച്ചു തിന്നാൻ അവസരവും കിട്ടി. കാട്ടുപന്നികളും വയലിലെ മൃഗങ്ങളും ആ മുന്തിരിവള്ളിയെ നിശേഷം നശിപ്പിക്കുന്നു. ഈ ചിത്രം ദൈവത്തിൽ നിന്നും അകന്നുപോയ ഒരു ജനതയുടെ, നമ്മുടെ ഒക്കെ അവസ്ഥയാണ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പുണ്യം അവർക്ക് നഷ്ടപ്പെട്ടു. അതുവഴി അവർ തങ്ങളുടെ ശത്രുക്കളുടെ പരിഹാസപാത്രമായി മാറി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, നീ എത്ര കാലം നിന്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയോട് കോപിക്കും എന്ന ചോദ്യത്തിൽ അവരുടെ നിസ്സഹായതയും വേദനയും വളരെ പ്രകടമാണ്. ഒരു മുന്തിരിവള്ളിയെ എന്നതുപോലെ ദൈവം നട്ടുപരിപാലിച്ച ഇസ്രായേലിൻ്റെ മേലുള്ള സംരക്ഷണം നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ജീവിതം അർത്ഥശൂന്യമായി. എന്നിട്ടും അവർ പ്രതീക്ഷ കൈവിടുന്നില്ല. ദൈവമേ, ഞങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കണമേ. അങ്ങയുടെ മുഖം ഞങ്ങൾക്ക് നേരെ പ്രകാശിപ്പിക്കണമേ. അപ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് ആവർത്തിച്ച് അവർ പ്രാർത്ഥിക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ മുന്തിരിവള്ളി പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവായ യേശുവിൽ പൂർണ്ണത പ്രാപിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം
15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഞാനാണ് മുന്തിരിവള്ളി, എൻ്റെ പിതാവാണ് കൃഷിക്കാരൻ. പിതാവ് നട്ടുപരിപാലിക്കുന്ന യഥാർത്ഥ മുന്തിരിവള്ളി കർത്താവായ യേശുവാണ്. അവൻ നമ്മെ തൻ്റെ മുന്തിരിവള്ളിയുടെ ശാഖകളാക്കി മാറ്റി. ശാഖകൾ മുന്തിരിവള്ളിയിൽ ഉറച്ചു നിൽക്കാത്ത പക്ഷം അതിന് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയില്ല എന്നും കർത്താവായ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, സങ്കീർത്തനത്തിൽ മുന്തിരിവള്ളിയെ ആക്രമിക്കുന്ന കാട്ടുപന്നികളും മൃഗങ്ങളും പോലെ നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ നിരവധി ശക്തികളിൽ നിന്ന് യേശുവാകുന്ന മുന്തിരിവള്ളി നമ്മെ സംരക്ഷിക്കുന്നു. സങ്കീർത്തനത്തിലെ നീ വലം കൈയാൽ നട്ടുപിടിപ്പിച്ച മനുഷ്യപുത്രന്റെ മേൽ നിന്റെ കൈ ഇരിക്കട്ടെ എന്ന പ്രവചനത്തിന് യേശുക്രിസ്തുവിൽ പൂർണ്ണമായ പൂർത്തീകരണം ലഭിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്കായി കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കർത്താവായ യേശുവിൻ്റെ മുഖം നമുക്ക് നേരെ പ്രകാശിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും രക്ഷ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാം. മുന്തിരിവള്ളിയായ യേശുവിൽ നാം ഉറച്ചു നിൽക്കണം. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളാകുന്ന കാട്ടുപന്നികൾക്കും മൃഗങ്ങൾക്കും നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കാൻ ഇട നൽകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ വേലികൾ ദുർബലമാകുമ്പോൾ പ്രലോഭനങ്ങളാകുന്ന വഴിയാത്രക്കാർ നമ്മെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും നമ്മുടെ വിശ്വാസത്തെ ശക്തമാക്കാം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയും ആഴമായ ആത്മപരിശോധനയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുകയും വേണം. കർത്താവായ യേശുവിലൂടെ പാപങ്ങൾക്ക് മോചനം നൽകുന്ന ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അടുക്കേക്ക് മടങ്ങി വരാം. നമുക്ക് തിരിച്ചറിയാം, തിരുത്താം. ഇന്ന് തന്നെ ആ നല്ല അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാം. രണ്ട് കൈ നീട്ടി ധൂർത്തപുത്രനെ ധൂർത്തപുത്രിയെ സ്വീകരിക്കുന്ന ആ അപ്പൻ്റെ അടുക്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇന്ന് തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ ലളിതമാണ് സഹോദരങ്ങളെ. ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിക്കുവാൻ, കർത്താവിൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിക്കാൻ പ്രാർത്ഥിക്കുക. നിരന്തരം പ്രാർത്ഥിക്കുക. അനുതാപത്തോടെ അവൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുക. എല്ലാ പാപത്തിൽ നിന്നും പാപപ്രേരണകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നീതിയുടെ പാതയിൽ മുന്നോട്ട് പോവുക. സങ്കീർത്തകൻ വിളിച്ചപേക്ഷിച്ചതുപോലെ നമ്മെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആ ദൈവത്തിന് സാധിക്കും. അതിൽ നാം വിശ്വസിക്കണം. അവൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും പ്രത്യാശയും സന്തോഷവും നിറയും. തീർച്ച നാം അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമ്മെ ജീവിപ്പിക്കും. കാരണം ആകാശത്തിന് കീഴിൽ നമ്മുടെ മാനവരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു എന്ന നാമമല്ലാതെ. അതുകൊണ്ട് ഈ തിരിച്ചുവരവ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ കൊണ്ടുവരും. കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തനം നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴാണ് ആ മുന്തിരിവള്ളിയുടെ ഉടയവൻ വരുന്നത് എന്നോർത്ത് നാം ജാഗരൂകരായിരിക്കണം. നമ്മുടെ ജീവിതം നല്ല ഫലം നൽകുന്നതാണോ എന്ന് നാം എപ്പോഴും സ്വയം വിലയിരുത്തണം. വിളവെടുപ്പിന് സമയമാകുമ്പോൾ ഓരോ ശാഖയും വിലയിരുത്തപ്പെടും. നമ്മൾ മുന്തിരിവള്ളിയിൽ ഉറച്ചു നിന്നോ അതോ വഴി മാറിപ്പോയോ എന്ന് കർത്താവ് ചോദിക്കും. അതിന് നാം ഉത്തരം പറഞ്ഞേ മതിയാവൂ. ഓരോ ദിവസവും ഒരുങ്ങിയ മനസ്സോടെ വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിച്ച് നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം, തയ്യാറെടുക്കാം. കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷികളാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.